പ്രവാസികളുടെ ആരോഗ്യ ഇൻഷുറൻസ് ആവശ്യത്തിന് പിന്നിൽ കുവൈറ്റ് പ്രവാസി ബാബു ഫ്രാൻസിസിന്റെ വർഷങ്ങളായ പരിശ്രമം. നോർക്ക കെയർ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി യാഥാർത്ഥ്യമാകുമ്പോൾ വിഷയം നിരവധി വേദികളിൽ ഉയർത്തി ഫലപ്രാപ്തിയിൽ എത്തിയതിന്റെ ആത്മസംതൃപ്തിയിലാണ് കുവൈറ്റ് പ്രവാസി ബാബു ഫ്രാൻസിസ്. പ്രവാസികളുടെ ദീർഘനാളത്തെ ആവശ്യങ്ങളിൽ ഒന്നാണ് സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ്. ഒന്നാം ലോക കേരള സഭയിലെ വിവിധങ്ങളായ വിഷയങ്ങൾ ഉന്നയിച്ചതിനോടൊപ്പം ഈ വിഷയം ഇതിൻ്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് ഞാൻ അവതരിപ്പിച്ചിരുന്നു. ആ ആശയമാണ് വർഷങ്ങൾക്ക് ശേഷം 2025 ബഹുമാനപ്പെട്ട കേരള സർക്കാരിൻ്റെ പ്രവാസി വകുപ്പിൻ്റെ കൂടി ചുമതല വഹിക്കുന്ന മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവരുടെ നേതൃത്വത്തിൽ ഇപ്പോൾ നടപ്പിലാക്കുന്നത്. ഈ പദ്ധതി നോർക്ക റൂട്ട്സിൻ്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്നതിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെയും കേരള സർക്കാരിനെയും പ്രവാസി വകുപ്പിൻ്റെ എല്ലാ അധികാരികളെയും നോർക്ക റൂട്ട്സിനെയും ഞാൻ അഭിനന്ദിക്കുന്നു. 4ാം ലോക കേരള സഭയിൽ 2024 ജൂൺ മാസത്തിൽ ഈ വിഷയം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് 4ാം ലോക കേരള സഭയിൽ ഞാനിത് ആവശ്യപ്പെട്ടിരുന്നു. രണ്ടാമത്, പ്രത്യേകിച്ച് ഈ ലോക കേരള സഭയിലെ അംഗങ്ങളെല്ലാം പ്രവാസികളെ ബന്ധപ്പെട്ട് വിവിധ രാജ്യങ്ങളെ പ്രതിനിധീകരിക്കുന്നവരാണ്. വളരെ നാളുകൾക്ക് ശേഷമുള്ള പ്രവാസ ജീവിതം കഴിഞ്ഞ് മടങ്ങി പോകുന്ന പ്രവാസികൾക്ക് എല്ലാവർക്കും വിവിധങ്ങളായിട്ട് രോഗങ്ങൾ, ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ ആയിട്ടായിരിക്കും അവർ തിരിച്ചു പോവുക. അപ്പോൾ ക്ഷേമനിധി ഉൾപ്പെടെയുള്ള മറ്റ് സ്കീമുകളിലേക്ക് പ്രീമിയം വാങ്ങിക്കുന്നത് പോലെ തന്നെ ഏറ്റവും കുറഞ്ഞ പ്രീമിയം തുക വാങ്ങിച്ചുകൊണ്ട് അവർക്ക് പൂർണ്ണമായിട്ടുള്ളൊരു മെഡിക്കൽ ഇൻഷുറൻസ് ശിഷ്ടകാലത്ത് ജീവിതത്തിൽ നാട്ടിലേക്ക് മടങ്ങി വരുമ്പോൾ ലഭിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടികളും ഇൻഷുറൻസ് സ്കീമുകളും അതുപോലെ തന്നെ മെഡിക്കലായിട്ടുള്ള സഹായങ്ങളൊക്കെ ലഭിക്കാനുള്ള പരിപാടികൾ നോർക്കയുടെ ഭാഗത്തുനിന്നുണ്ടാകണമെന്നും ഞാൻ ഈ അവസരത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടും സർക്കാരിനോട് ആവശ്യപ്പെടുന്നു. പ്രവാസികളുടെ ദീർഘനാളത്തെ ഈ ആവശ്യം സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് എന്ന ഈ ആശയമാണ് ഇപ്പോൾ നടപ്പിലാക്കുന്നത്. ഈ ആശയം നടപ്പിലാക്കുമ്പോൾ പ്രവാസികൾക്ക് കൂടുതൽ പ്രീമിയം വരാത്ത രീതിയിൽ കൂടുതൽ കാലയളവിലേക്കും അതുപോലെ തന്നെ തിരിച്ചു പോകുന്ന പ്രവാസികൾക്കും കൂടി പ്രയോജനപ്പെടുന്ന രീതിയിൽ വരും കാലങ്ങളിൽ ഇതിൽ മാറ്റം വരുത്തി കൂടുതൽ പേർക്ക് പ്രയോജനപ്പെടുന്ന രൂപത്തിലേക്ക് ഇതിന് രൂപമാറ്റം വരുത്തേണ്ടതുണ്ട്. സമഗ്രമായ ഈ ആരോഗ്യ ഇൻഷുറൻസ് നടപ്പിലാക്കാൻ മുൻകൈയെടുത്ത കേരള സർക്കാരിനെയും അതുപോലെ തന്നെ ലോക കേരള സഭയിൽ ഈ ആശയം മുന്നോട്ട് വയ്ക്കുന്നതിനായിട്ട് എനിക്കും അവസരം തന്നതിനും പ്രത്യേകമായി ഞാൻ കേരള സർക്കാരിനും അതുപോലെ തന്നെ പ്രവാസികൾക്കും ഒത്തിരി നന്ദി പറയുന്നു. മടങ്ങിച്ചെല്ലുന്ന പ്രവാസികൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ നൽകണമെന്ന ആശയം 2018 ലോക കേരള സഭയിലടക്കം നിരവധി വേദികളിൽ നിർദ്ദേശം ഉന്നയിച്ച വ്യക്തിയാണ് ലോക കേരള സഭ പ്രതിനിധിയും NCP വർക്കിംഗ് കമ്മിറ്റി അംഗവും ഓവർസീസ് സെയിൽ ദേശീയ അധ്യക്ഷനുമായ ബാബു ഫ്രാൻസിസ്. ലോക കേരള സഭ രൂപീകരിച്ച സമയം മുതൽ അംഗമായ ബാബു പ്രസ്തുത ആവശ്യമുന്നയിച്ച് തുടർച്ചയായ നിവേദനം നൽകുകയും ലോക കേരള സമ്മേളന ചർച്ചകളിലും പ്രവാസി പരിപാടികളിലും വിഷയം അവതരിപ്പിച്ചിരുന്നു. 2024 ജൂണിൽ നടന്ന 4ാം കേരള സഭയിലും ഈ വിഷയം മുഖ്യമന്ത്രിയോടും സ്പീക്കറോടും സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി മടങ്ങി വരുന്ന പ്രവാസികളെയും ഉൾപ്പെടുത്തി നടപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടതും ബാബു ഫ്രാൻസിസ് ആണ്.